നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ടോൺസിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് സർജറിയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? ഏത് സർജറി ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ബേസിക്കലി. ടോൺസിൽ ഓപ്പറേഷൻ തന്നെ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പോൾ ടോൺസിൽ മൊത്തമായി എടുത്ത് മാറ്റുന്ന ഓപ്പറേഷൻ, ടോൺസിൽ പകുതിയൊക്കെ ചുരുക്കുന്ന ഓപ്പറേഷൻ, ടോൺസിലിനകത്ത് ഹോളുണ്ട്, അതിൻ്റെ അത് കല്ല് ഫോം ചെയ്യും, ആ കല്ല് കരിയിച്ച് കളയുന്ന ഓപ്പറേഷനുണ്ട്. ടോൺസിലിൻ്റെ ഹോള് വലുതാക്കുന്ന ഓപ്പറേഷനുണ്ട്. ടോൺസിൽ ഫുൾ എടുത്ത് കളയുന്ന ഓപ്പറേഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട്. ടോൺസിലിൻ്റെ തൊലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ളതും ടോൺസിലിൻ്റെ തൊലി മെയിൻറ്റെയിൻ ചെയ്യാത്തതും. ഉദാഹരണത്തിന് നമുക്കിപ്പം ഈ ഒരു ഓറഞ്ചിനെ പറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ടോൺസിൽ എന്ന് വിചാരിക്കുക. ടോൺസിൽ തൊലിയിലുള്ളത് ഈ ഇതിരിക്കുന്നത് വായിക്കകത്തുള്ള മസിൽസ്. അപ്പോൾ ഈ മസിൽസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ടോൺസിൽ ഫുൾ എടുക്കുക എന്ന് പറയുമ്പം ഓപ്പറേഷൻ വഴി നമ്മൾ ഈ ടോൺസിലിനെ മൊത്തമായിട്ട് ഊരി എടുക്കും. അവസാനം ഇവിടെ മസിൽ മാത്രം കാണും. ഇതാണ് സാധാരണ ചെയ്യുന്ന എക്സ്ട്രാ ക്യാപ്സുലർ ടോൺസിലെക്ടമി എന്ന് പറയുന്നത്. ഇൻട്രാ ക്യാപ്സുലർ ടോൺസിലെക്ടമി എന്ന് പറയുമ്പോൾ ഈ ടോൺസിലിനെ നമുക്ക് രണ്ടായിട്ട് ചെയ്യാം. ഇൻട്രാ ക്യാപ്സുലർ ടോൺസിലെക്ടമി അത് തന്നെ പാർഷ്യൽ ഇൻട്രാ ക്യാപ്സുലർ ടോൺസിലെക്ടമി എന്ന് പറഞ്ഞാൽ ടോൺസിൽ നമ്മളിങ്ങനെ പൊളിക്കുന്നു, ടോൺസിലിൻ്റെ ലേസർ പോലത്തെ സാധനം അല്ലെങ്കിൽ കോബ്ലേഷൻ പൊളിക്കുന്നു, അതിൻ്റെ പകുതി ഭാഗം മുക്കാൽ ഭാഗം എടുത്തു കളയുന്നു, സൈസ് ചുരുക്കുന്നു. അപ്പോൾ സൈസ് കുറിക്കൊണ്ട് കുട്ടിക്ക് ശ്വാസം മുട്ടൽ വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു കളയുക. നിയർ ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടൽ ഹൈബ്രിഡ് ഇൻട്രാ ക്യാപ്സുലർ ടോൺസിലെക്ടമി കാണുക. ഈ തൊലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനിങ്ങനെ എടുത്തു കളയും. ഇതും കോബുലേഷൻ അല്ലെങ്കിൽ ലേസർ തുടങ്ങിയ സാധനങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് നിങ്ങളെ കുട്ടിയുടെ അവസ്ഥ വെച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ഒരു ചോയ്സേ കാണാറുള്ളൂ, പക്ഷേ ഇങ്ങനെ 3-4 ചോയ്സ് നമുക്കുണ്ട്. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഈ ടോൺസിൽ പകുതി എടുക്കുന്നതും തൊലി കീപ്പ് ചെയ്തുകൊണ്ട് എടുക്കുന്നതും. ഇപ്പോൾ ടോൺസിൽ ഫുൾ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് പല രീതിയിൽ എടുക്കാൻ പറ്റും. സാധാരണയുള്ള രീതിയിലുള്ള കോൾഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട്. അതിൽ ടോൺസിൽ ഫുള്ളായിട്ട് എടുക്കും. അതിൽ നമ്മൾ ലേസറോ കോബ്ലേഷനോ അങ്ങനത്തെ സാധനമൊന്നും ഉപയോഗിക്കില്ല. ബ്ലഡ് വരുന്ന ഭാഗങ്ങൾ കെട്ടിവിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബ്ലഡ് ടോൺസിൽ എടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ബ്ലീഡിങ് ഉള്ള പോയിൻറ്റ്സ് കരിച്ച് വയ്ക്കുന്നത്. പിന്നെയുള്ള പ്രൊസീജിയർ ഈ ഫുൾ എടുക്കുന്നത് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫുള്ള് കരിച്ച് ഡിസെക്ട് ചെയ്ത് പോകുന്ന സാധനമുണ്ട്. ഇതുവഴി കരിച്ച് ഫുൾ എടുത്ത് പോകുന്ന ടെക്നിക്കുണ്ട്. അതിൻ്റെ അകത്തും അതും ലേസറും കോബ്ലേഷനും എല്ലാം ഹോട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയും. ഇപ്പോൾ NHS എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ UK നാഷണൽ ഹെൽത്തിൻ്റെ ഒരു ഓഡിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്താണ് നമുക്ക് ഈ ഓരോ സർജറീസിൻ്റെയും കോംപ്ലിക്കേഷൻ്റെ പേഴ്സൻറ്റേജ് നമുക്ക് അറിയാൻ പറ്റിയത്. അതിൻ്റെ അകത്ത് കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധാ ടോൺസിലെക്ടമി പിന്നെ വെറുതെ പൊളിച്ചെടുക്കുന്ന ടോൺസിലെക്ടമി ഉണ്ട്, ലേസർ ഒന്നുമില്ല. ആ ടോൺസിലെക്ടമിക്ക് അത് ചെയ്യുമ്പോൾ നമുക്കൊരു 1% ചാൻസ് ഓഫ് ബ്ലീഡിങ് ആൻഡ് പേഷ്യൻ്റ് രണ്ടാമത്തെ തിയേറ്ററിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ടോൺസിലെക്ടമി ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ആണ്. കുട്ടിക്ക് സർജറി കഴിയുമ്പോൾ ബ്ലീഡിങ്ങാണ് ഏറ്റവും വലിയ റിസ്ക്. നല്ല ബ്ലീഡ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ 100 പേർക്ക് ചെയ്യുമ്പോൾ ഒരാളെ രണ്ടാമത്തെ തിയേറ്ററിൽ കയറ്റിയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് അവരെ സ്റ്റഡീസ് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ലേസറോ കോബ്ലേഷനോ തുടങ്ങിയ സർജറീസിൻ്റെ അകത്ത് അത് 2% കൂടുന്നുണ്ട് ടോൺസിൽ ഈ ടെക്നീക്സിൻ്റെ. പക്ഷേ ഈ 2 ടെക്നീക്കും പകുതി വയ്ക്കുന്നതും തൊലി പൊളിച്ചെടുക്കുന്ന സാധനവും ഈ 2 ടെക്നീക്കിൻ്റെ അകത്തും നമ്മൾ കാണുന്നത് 0.2%. 1000 പേരിൽ 2 പേരെ കുറയുന്നു ആ റിസ്ക് ബ്ലീഡിങ്ങിൻ്റെ. മാത്രമല്ല ഈ ടെക്നിക്കിൽ അത് ടോൺസിൽ ടിഷ്യൂ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ആ ടോൺസിലിൻ്റെ വളർച്ചയും അത് കുറച്ച് കുട്ടി വളരുന്ന പ്രായം വെച്ചിട്ട് പിന്നെയും കുറച്ചുകൂടെ വളരാൻ സഹായിക്കുകയും ചെയ്യും. നമ്മൾ ടോൺസിൽ സാധാരണ ഇങ്ങനത്തെ ടോൺസിലെക്ടമി ചെയ്യുന്നത്, ഈ പകുതി എടുക്കുന്ന ടോൺസിലെക്ടമി ചെയ്യുന്നത് അഡിനോയിഡിൻ്റെ കൂടെയാണ് എടുക്കേണ്ടി വരുന്നത്, കൂർക്കമ്പനിയുടെ ഭാഗമായിട്ട് എടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ അഡിനോയിഡും ടോൺസിലും ഫുള്ളായി എടുക്കുന്ന കണ്ടീഷൻസിൽ കുട്ടികൾക്ക് ഭാവിയിൽ നാക്കിൻ്റെ പുറകെയും ടോൺസിലുണ്ട്. ആ ടോൺസിൽ അധികമായി വളരുന്നത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് എടുത്തത് അഡിനോയിഡ് ചെയ്യുമ്പോൾ ടോൺസിൽ കൂടെ എടുക്കും. ടോൺസിൽ എടുക്കാനുള്ള കാരണം പറഞ്ഞാൽ അഡിനോയിഡ് എടുത്തു കഴിയുമ്പോൾ ടോൺസിൽ വലുതാവും, പിന്നെ 2ാം ടോൺസിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ടോൺസിൽ അഡിനോയിഡ് എടുത്തു തുടങ്ങി.
ടോൺസിൽ അഡിനോയിഡ് എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ നാക്കിൻ്റെ പുറകെയുള്ള സാധനങ്ങൾ വലുതായി അതിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് അഡിനോയിഡിൻ്റെ 95-100% എടുക്കും, ടോൺസിലിൻ്റെ 10% ബാക്കി വയ്ക്കും. സോ അതുകൊണ്ട് ആ നാക്കിൻ്റെ പുറകെയുള്ള ദശ വലുതാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂഷ്വലി പാർഷ്യൽ ടോൺസിലെക്ടമി ചെയ്യാൻ വേണ്ടി നമുക്ക് യൂഷ്വലി വേണ്ടത് കോബ്ലേഷൻ അല്ലെങ്കിൽ ലേസർ ശസ്ത്രക്രിയയാണ്. ബ്ലീഡിംഗ് റിസ്ക് 0.2 ആണ്. ഈ പറയുന്ന ആ സ്റ്റഡിയിൽ ആക്ച്വലി 0.2 എന്ന് പറഞ്ഞ സ്റ്റഡിക്കകത്ത് 5000 കുട്ടികളുടെ ഓപ്പറേഷൻ ചെയ്തതിലാണ് സ്റ്റഡി വന്നിരിക്കുന്നത്. ഈ 5000 കുട്ടികൾ ഓപ്പറേറ്റ് ചെയ്തതിനകത്ത് കൺസൾട്ടൻസ് ഉണ്ട്, PGs ഉണ്ട്. അപ്പം ആ 0.2 എന്നുള്ള വളരെ ചെറിയ നമ്പറാണ് വെൻ കമ്പയർ ടു ഈ പറയുന്ന 2%. അപ്പോൾ പിന്നെ ഇപ്പം ഏത് കണ്ടീഷനിലും നമുക്ക് ഈ ഇൻട്രാ ക്യാപ്സുലർ ടോൺസിൽ ചെയ്തുകൂടാന്നുള്ളതാണ്. ഇൻട്രാ ക്യാപ്സുലർ ടോൺസിലെക്ടമി കുട്ടിക്ക് റിക്കറൻറ്റ് ഇൻഫെക്ഷൻ വരുന്നു, ടോൺസിലൈറ്റിസ് വരുന്നു, ടോൺസിലിൽ പഴുപ്പ് വരുന്നു, ടോൺസിലിൽ ഗ്രോത്ത് ഉണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഇൻട്രാ ക്യാപ്സുലറിന് പകരം എക്സ്ട്രാ ക്യാപ്സുലർ ഫുള്ളായിട്ട് ഊരി മാറ്റുന്ന പ്രൊസീജിയറാണ് ബെറ്റർ. കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മളെ വെബ്സൈറ്റിൽ നോക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ഫോൺ നമ്പർ താഴെ കിടക്കുന്ന ഫോൺ നമ്പർ എന്നെ ആയിട്ട് കൺസൾട്ട് ചെയ്യാം.